ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേനാപതിയും ശങ്കർറാമും സംസാരിച്ച ശേഷം നന്ദനെ കൊണ്ട് എങ്ങനെയെങ്കിലും അടികയെ കൊണ്ട് കേസെടുപ്പിക്കണമെന്നുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് സേനാപതി ശങ്കർറാമിനോട് പറയണം കേട്ടോ. അപ്പോൾ ശങ്കർ പറയാണ്, അത് ഞാൻ ഏട്ടനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളാം എന്നൊക്കെ പറയാണ്. എന്നിട്ട് സേനാപതിയോട് പറയാണ്, നാളെ രാവിലെ തന്നെ അടികയോട് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയണം ശങ്കർ എങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ശങ്കർ എന്നതിൻ്റെ ശേഷം നന്ദൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അനുമോളെ കാണാത്തതിൽ ഏട്ടാ ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാനൊരു ഉപായം പറഞ്ഞു തരാം. അനുമോളെ പുറത്ത് കൊണ്ടുവരാനും അനുമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകണോ എന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഏട്ടാ പറയുന്നത്. അതുകൊണ്ട് ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ കൊണ്ട് പറയാൻ കേട്ടോ. നീ എന്താ ഉദ്ദേശിക്കുന്നത് ശങ്കർ എന്ന് പറയുമ്പോൾ, മറ്റൊന്നുമല്ല, അച്ഛമ്മയെ കൊണ്ട് തന്നെ പൂജയ്ക്കും അർജുനും എതിരെ അങ്ങ് കേസ് കൊടുത്താലോ? എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കാനാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മറ്റൊന്നുമല്ല, അനുമോളെ കൊന്നത് അവരാണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെ കേസ് എന്താ നീ പറയുന്നത്? ഞാൻ ദേഷ്യം കൊണ്ട് പല കാര്യങ്ങളും അവരോട് പറയാറൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് കരുതി ഇങ്ങനെ ഒരു കേസ് കൊടുപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ, ഏട്ടാ ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ അനുമോളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഏട്ടൻ എന്നെ ഒന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. അരുണിമ ചേച്ചിയും അകത്തു പോയി. അതുകൊണ്ട് അരുണിമ ചേച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കണ്ടേ? ഇതിൻ്റെയൊക്കെ പിറകിൽ അവർ തന്നെയാണ് ഏട്ടാ. അതുകൊണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ എല്ലാം അറിയുന്ന ആൾ അനുമോളായിരിക്കും. അനുമോൾ അതുകൊണ്ട് ഇവർ മാറ്റി ഒളിപ്പിച്ച് വെച്ചതാണെങ്കിലോ? അപ്പോൾ അനുമോളെ ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അനുമോളെ അവർ പുറത്ത് വിടും. അപ്പോൾ ഇതിനാണ് ഇങ്ങനെ ഒരു ഉപായമേ ഇതിന് ചെയ്യാനുള്ളൂ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഞാൻ ഇക്കാര്യം ഒരാളോട് കൂടി സംസാരിച്ചിട്ടുണ്ട് ഏട്ടൻ്റെ അനുവാദമില്ലാതെ എന്നങ്ങ് പറയുമ്പോൾ, ആരോട് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അടികയോട് സംസാരിച്ചിട്ടുണ്ട്, നാളെ അടികയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നീ എന്തിനാ ശങ്കർ ഈ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ, എനിക്ക് അനുമോളെ കാര്യത്തിൽ അത്രയ്ക്ക് ടെൻഷനുണ്ട് ഏട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് നന്ദനെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിക്കാൻ കേട്ടോ. ശങ്കർറാമിൻ്റെ ഓരോ അടവുകൾ പ്രയോഗിച്ചും സങ്കടം പോലെ അഭിനയിച്ചിട്ടൊക്കെ അങ്ങ് അടികയോനെ കൊണ്ട് കേസെടുപ്പിക്കാനുള്ള ശങ്കർറാം ആ ഒരു ഉപായം തന്നെ എടുത്ത ശേഷം നന്ദനെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെ അടിക അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അടികയെ കണ്ടപ്പോൾ ശങ്കർറാം സംസാരിക്കുമ്പോൾ, സേനാപതി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും എന്നോട് പറയണ്ട എന്ന് പറയുമ്പോൾ, സേനാപതിയുടെ കാര്യം നിങ്ങൾ ഒരിക്കലും നന്ദേട്ടൻ്റെ മുന്നിൽ വെച്ച് പറയരുത് കേട്ടോ. ഞാനും സേനാപതിയും തമ്മിൽ ബന്ധമുള്ള കാര്യമൊന്നും ഏട്ടൻ അറിയില്ല എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ പറയില്ല എന്ന് പറയട്ടോ. എന്നതിൻ്റെ ശേഷം അടിക അവിടേക്ക് വരികയാണ്. അപ്പോൾ അടിക ആദ്യം തന്നെ നന്ദനെ അങ്ങ് സുഖിപ്പിക്കുകയാണ് കേട്ടോ. നന്ദൻ്റെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള വക്കീൽ പണിയെക്കുറിച്ച് അങ്ങ് പുകഴ്ത്താണ് കേട്ടോ. എന്നിട്ട് പറയാണ്, നിങ്ങളൊരു സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു വക്കീലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു നല്ല അഭിമാനമുണ്ട്. നിങ്ങൾ ഒരുപാട് കേസുകളിൽ വിജയിച്ച ഹൈക്കോടതി വരെ പോയിട്ടുള്ള ആ ചരിത്രമൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സുഖിപ്പിക്കാനുണ്ട്. അത് കേൾക്കുമ്പോൾ നന്ദന് നല്ല സന്തോഷമാവുകയാണ്. എന്നിട്ട് നന്ദൻ പറയും, ഇപ്പോൾ ഇതിനൊന്നും ഒരു താല്പര്യമില്ലടോ. വക്കീൽ ജോലി അന്ന് കിട്ടിയ ഉടനെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ചിന്തയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതായി. എൻ്റെ ഭാര്യ ചെയ്യാത്ത തെറ്റിനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്നോടൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ ജാമ്യം അപ്പോൾ നിർബന്ധമായിട്ടും തന്നെ ഞാൻ ജാമ്യം അത് കൊടുക്കരുത് എന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ആ സേനാപതി ചില്ലറക്കാരനല്ല, അയാളുടെ മകളെയാണ് കൊന്നിട്ടുള്ളത്. അപ്പോൾ അരുണിമയുടെ ജീവന് തന്നെ അത് ആപത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വിടാതെ ജയിലിൽ തന്നെ കിടന്നാൽ മതി എന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷാഢ്യം പിടിച്ചിട്ട് തന്നെ ജാമ്യം വേണ്ട എന്ന് പറഞ്ഞത് പറയുമ്പോൾ നന്ദൻ അതങ്ങ് വിശ്വസിക്കാൻ കേട്ടോ. എന്നിട്ട് നന്ദന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ മകൾ പ്രിയ അല്ല അനുവിനെ കുറിച്ച് ആണ് എനിക്ക് പറയാനുള്ളത്. അനുവിന് ഇനി എന്തെങ്കിലും സംഭവിച്ചിരിക്കണോ, അതോ അനുവിനെ ഇവരാരെങ്കിലും ഒളിപ്പിച്ചു വെച്ചതാണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തേ പറ്റൂ. അതിന് നിങ്ങളുടെ സ്വന്തക്കാർ തന്നെ ആരെങ്കിലും കൊടുക്കണമെന്നങ്ങ് പറയുമ്പോൾ ശങ്കർറാം പറയണ, അതിനെന്താ, അങ്ങനെ ഒരാളെ ഞാൻ കൊടുപ്പിക്കാൻ ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി തെളിവും കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾ കണ്ടെത്തുമെന്ന് അതൊക്കെ ഞാൻ ഏറ്റു എന്ന് ശങ്കർറാം പറയാൻ കേട്ടോ. എന്നിട്ട് അടികയോട് പറയണം, നിങ്ങൾ ടെൻഷൻ ആവേണ്ട നന്ദ, നിങ്ങളുടെ മകളെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, നിങ്ങളുടെ ഭാര്യയെയും ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾ എനിക്ക് കേസ് വിട്ട് തന്നേക്ക് എന്നങ്ങ് പറയട്ടോ. ചില കാര്യങ്ങൾക്കൊക്കെ സത്യം
കുറച്ച് അസത്യത്തെ കൂട്ടുപിടിച്ചാൽ മാത്രമേ സത്യം തെളിയിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് അടിക നന്ദനെ കൊണ്ട് അങ്ങ് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് അവിടെ അച്ചമ്മ വരികയാണ്. എന്നിട്ട് അച്ചമ്മയോട് കാര്യം പറയാനായിട്ട്. അപ്പോൾ അച്ചമ്മ നമുക്കൊരു കേസ് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്താലോ നന്ദ എന്ന് പറയുന്ന സമയത്ത് ശങ്കർറാം വീണ്ടും അതിലിടപെടുകയാണ്. എന്നിട്ട് ശങ്കർറാം അച്ചമ്മയോട് പറയാണ്, പൂജയും അർജുനുമാണ് പ്രിയയെ കൊന്നത് എന്നങ്ങ് പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് ദേഷ്യമൊക്കെ ഉണ്ട്, ഞാൻ ദേഷ്യത്തിൽ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് കരുതി എൻ്റെ പേരക്കുട്ടിക്കൊന്നും എതിരെ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നന്ദൻ അങ്ങ് അഭിനയിക്കാൻ നന്ദൻ ടെൻഷനായിട്ട് തന്നെ കരയുന്ന പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എനിക്കും താല്പര്യമൊന്നുമില്ല, അർജുൻ്റെയും പൂജയുടെയും എതിരെ കേസ് കൊടുക്കാനൊന്നും എനിക്കും താല്പര്യമില്ല. ഞാനും ഇതുപോലെ തല്ലുകൂടുന്ന സമയത്ത് വഴക്ക് കൂടുന്ന സമയത്ത് പലതും പറയുമെങ്കിലും എനിക്കും അവരെ അങ്ങനെ കേസിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമില്ല. പിന്നെ ഞാൻ 20 വർഷങ്ങളായി ഒറ്റയ്ക്ക് ജീവിക്കുന്നു, അത് എനിക്കിപ്പോൾ ഒരു ശീലമായി. അതുകൊണ്ട് എൻ്റെ മോള് എവിടെയാണെങ്കിലും അവൾ വരുമ്പോൾ വരട്ടെ എന്നൊക്കെ അങ്ങ് പറയട്ടെ. അതുകൊണ്ട് അമ്മയെ നിർബന്ധിക്കുന്നില്ല കേസ് കൊടുപ്പിക്കാൻ, അമ്മ തന്നെ കൊടുക്കണം, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് ശങ്കർറാം അപ്പോൾ പറയും കേട്ടോ. എന്നിട്ട് നന്ദൻ പറയാണ്, എനിക്ക് ഒരു നിർബന്ധവുമില്ല അമ്മ, ഞാൻ ഇതിനോടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ട് അമ്മയ്ക്ക് മനസ്സില്ല, മനസ്സോടെ ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദൻ അങ്ങ് അകത്തേക്ക് പോകാണ്ടോ. അപ്പോൾ ശങ്കർറാം അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നത്, പൂജയ്ക്കും അർജുനും ഒരു ആപത്തും വരില്ലല്ലോ, ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊന്നും പ്രിയയെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവർക്കൊരു ശിക്ഷയും കിട്ടില്ലല്ലോ. അപ്പോൾ പ്രിയേനാണെങ്കിൽ പുറത്ത് കൊണ്ടുവരാനും സാധിക്കും. അതല്ല അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം തെളിയിക്കാനും കഴിയുമല്ലോ. പിന്നെ എന്തിന് വെറുതെ നിങ്ങളുടെ മകൾ വെറുതെ അരുണിമ ചേച്ചി വെറുതെ ജയിലിൽ കിടക്കണം എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ അമ്മ എന്തായാലും ഒന്ന് ആലോചിക്കുക, ഞാനൊന്നും നിർബന്ധിക്കുന്നില്ല, ഏട്ടൻ പറഞ്ഞതുപോലെ ഞാനും നിർബന്ധിക്കുന്നില്ല, അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർറാമു ഒരു തീ കൊളുത്തിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നീട് വീട്ടിലേക്ക് വരികയാണ് അച്ചമ്മ. അപ്പോൾ ആ സമയത്ത് മധു ആൻറ്റി അച്ചമ്മയെ കാത്തിട്ട് അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് അച്ചമ്മയുടെ എന്തായി, കേസ് വല്ലതും കൊടുക്കാൻ നന്ദേട്ട സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നന്ദനല്ലത്ര കേസ് കൊടുക്കേണ്ടത്, ഞാനാണത്ര, ഈ വീട്ടിൽ നിന്നല്ലേ പ്രിയേനെ കാണാതായത്, അതുകൊണ്ട് ഞാൻ തന്നെ കേസ് കൊടുക്കണം എന്നാ പറയുന്നത്. അതും പൂജയ്ക്കും അർജുനും എതിരായിട്ടാണ് കേസ് കൊടുക്കേണ്ടത്, അതും അവരെ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ്, പൂജയും അർജുനും അനുമോളെ കൊന്നു എന്നും പറഞ്ഞിട്ടാണ് കേസ് കൊടുക്കാനൊക്കെ അവർ പറയുന്നത്. അപ്പോൾ അതിന് തെളിവ് വേണ്ടേ, വെറുതെ സംശയത്തിൻ്റെ പേരിൽ പറയാൻ പറ്റില്ല, തെളിവൊക്കെ ശങ്കർറാം ഉണ്ടാക്കിക്കോളാം എന്നാണ് പറയുന്നത്. അതൊക്കെ എനിക്ക് കൊടുക്കാൻ ഒരു പേടിയുണ്ട്, കാരണം ഇതൊക്കെ അങ്ങ് അറം പറ്റിയാലോ എന്നങ്ങ് തോന്നുകയാണ്. എനിക്കിപ്പോൾ അതുകൊണ്ട് കൊടുക്കാനൊരു പേടി എന്ന് പറയുമ്പോൾ മധു ആൻറ്റി പറയാണ്, അതൊന്നുമില്ല, ഇപ്പോഴേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നങ്ങ് പറയുമ്പോൾ, നീ എന്ത് പറഞ്ഞു, എൻ്റെ അനുമോൾക്കൊന്നും സംഭവിക്കില്ല എന്നങ്ങ് പറയൂട്ടോ. എന്തായാലും അമ്മ അവർ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നത് കേസ് കൊടുക്കുക തന്നെ ആയിരിക്കും നല്ലത്, കാരണം എന്തായാലും അനുമോളെ പുറത്ത് കൊണ്ടുവരണ്ടേ. പിന്നെ അരുണിമ ചേച്ചി എന്തിനാ വെറുതെ ജയിലിൽ കിടക്കുന്നത്, അരുണിമ ചേച്ചി പൂജയ്ക്ക് വേണ്ടി വെറുതെ ആ കൊലക്കുറ്റം ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് തന്നെ അരുണിമ ചേച്ചിയെ പുറത്തിറക്കേണ്ട അമ്മ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് കൊടുക്കുന്നതല്ലേ നല്ലത്, അതല്ല പൂജയും അർജുനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനുമോൾക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും അറിയണ്ടേ, അതുകൊണ്ട് അമ്മ ഇത് കേസ് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നങ്ങ് പറഞ്ഞിട്ട് അച്ചമ്മേനെ കൊണ്ട് മധു ആൻറ്റി അങ്ങ് പറയാൻ കേട്ടോ. എന്നിട്ട് മനസ്സില്ലാ മനസ്സോടെ അച്ചമ്മയ്ക്ക് എന്ന കേസ് കൊടുത്താലോ എന്നുള്ള ആ ഒരു ചിന്ത വരികയാണ് കേട്ടോ. പിന്നീട് സേനാപതിയും ശങ്കർറാമും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായി, പ്ലാൻ വല്ലതും വർക്കായോ എന്ന് സേനാപതി ചോദിക്കുമ്പോൾ ആ പറഞ്ഞ പ്രകാരം തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട്, അടിക വന്ന് സംസാരിച്ചതും പിന്നീട് അച്ചമ്മേനെ കൊണ്ട് പൂജയ്ക്കും അർജുനുമെതിരെ കേസ് കൊടുക്കാനുള്ളതും എല്ലാം ഒരുവിധം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവരങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ആ സമയത്താവും അവിടേക്ക് കമ്മീഷണർ വരികയാണ് കേട്ടോ. അപ്പോൾ ശങ്കർറാം ചോദിക്കുക, അതാരാ, കമ്മീഷണറാണല്ലോ. അപ്പോൾ സേനാപതി കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ടായിരുന്നോ എന്നങ്ങ് ചോദിക്കണം. എല്ലാത്തിനും പഴുതടച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ തുടങ്ങാൻ, അതുകൊണ്ടാണ് ഞാൻ കമ്മീഷണറെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയട്ടോ. എന്നിട്ട് കമ്മീഷണർ പറയണം, നീ എന്നെ ഇവിടേക്ക് തന്നെ സ്ഥലം മാറ്റി തന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലേ സേനാപതി എന്ന് ചോദിക്കുമ്പോൾ അതെ. എന്നാൽ എന്തായി പ്ലാനുകളൊക്കെ, അവരെയൊക്കെ പൂട്ടാനുള്ള പദ്ധതിയൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ ഒന്നിനോടും ഒരു വലിയ താല്പര്യമൊന്നുമില്ല, എൻ്റെ മോളായിരുന്നു എൻ്റെ വലിയ തലവനായിട്ട് നിന്നിരുന്നത്, എൻ്റെ മോള് പോയതോടുകൂടി ഞാൻ ആകെ തളർന്നു എന്നൊക്കെ പറയട്ടോ. നിങ്ങളെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്ന് എനിക്കറിയില്ല എന്നൊക്കെ കമ്മീഷണർ അപ്പോൾ സേനാപതിയോട് പറയാൻ കേട്ടോ. എന്തായാലും എൻ്റെ മോളെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല, അതുകൊണ്ട് എൻ്റെ മോളെ കൊന്നത് ആരാണെങ്കിലും ശരി അവരെ എൻ്റെ കൈകൊണ്ട് വേണം എനിക്ക് തീർക്കാൻ എന്നൊക്കെ അങ്ങനെ
കമ്മീഷണർ അവരെ ആരെയും ഞാൻ വെറുതെ വിടുകയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷണറോട് നല്ല ദേഷ്യപ്പെട്ടിട്ട് പകയോട് കൂടിയിട്ട് സേനാപതി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.